പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാ വാത്സല്യപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഏവരെയും ബൈബിൾ വോയിസ് മിനിസ്റ്ററിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും കൂടിയാണ്. ഇന്നത്തെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയതിന് ശേഷമായി പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കും, അല്ലേ? മറ്റെന്തെല്ലാം വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നതായ വചനമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സത്യവാനായ ദൈവം, സർവശക്തനായ ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ സത്യത്തിൻ്റെ ഉടയവനായിരിക്കുന്ന യേശു കർത്താവ് പറഞ്ഞത് തൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി, ഈവൻ ബോൺ അഗെയിൻ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി യേശു വരുമെന്ന് നാം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ കുറേ വർഷങ്ങളായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ട് യേശു ഇതുവരെയും വന്നില്ല? പലപ്പോഴും ആ ചോദ്യത്തിന് മുമ്പിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അതെ, അങ്ങനെയാണ് പറയേണ്ടത്. തീർച്ചയായും യേശു വരും. എന്നാൽ ഇത് കുറച്ചുകൂടെ ക്ലിയറായി നമുക്ക് ഒന്നും കൂടെ ഉറപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, എൻ്റെ ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയതായ ഒരു വചനം, അത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ സഹോദരന്മാരെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കണം. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കണം. എത്ര വരെ ഇരിക്കണം? കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നവരല്ലേ? പക്ഷേ ദീർഘക്ഷമ ഉണ്ടോ ആ കാര്യത്തിൽ? ആ ദീർഘക്ഷമയെക്കുറിച്ചും അവിടെ തന്നെ പറയുന്ന ഒരു പ്രത്യേകമായൊരു കാര്യമുണ്ട്. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അത് അനുഭവമായി തീരട്ടെ. ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ട്, വചനം അല്ല, ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വിത്തായിട്ട് വിതയ്ക്കാറുള്ളത്. എന്നാൽ ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നു. ആ വിത്ത് വിതച്ചാൽ, ഈ വാക്യത്തിലുണ്ട്, ആ വിത്തൊക്കെ വിതച്ചതിന് ശേഷമായിട്ട് ആ കൃഷിക്കാരൻ ഒരു കാര്യത്തിന് വേണ്ടി ദീർഘക്ഷമയോടെ ഇരിക്കുന്നുണ്ട്. ക്ഷമയോടെ ഇരിക്കുകയല്ല, ദീർഘക്ഷമയോടെ ഇരിക്കുക. എന്ത് കാര്യത്തിന് വേണ്ടിയാ? ഇതിന് മസ്റ്റായിട്ടും മഴ ആവശ്യമുണ്ട്, അല്ലേ? വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനു വേണ്ടി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ, ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ കൃഷിക്കാരൻ കാത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ ഒരു മഴ പെയ്യുന്നിട വരെ അദ്ദേഹം പോയി കിടന്ന് ഉറങ്ങാൻ കിടന്നാലും ഭക്ഷണം കഴിച്ചാലും എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ക്ഷമയോടെ, മഴയുടെ ഒരു മഴക്കാറുണ്ട്, വരുന്നുണ്ട്, തീർച്ചയായും മഴ പെയ്യും, താമസിയാതെ മഴ പെയ്യും. ഈ മഴയ്ക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദീർഘക്ഷമ. അതുകൊണ്ട് ദീർഘക്ഷമയോടുകൂടെ ഇരുന്നാലേ പറ്റുകയുള്ളൂ, മഴ കിട്ടുകയുള്ളൂ, അല്ലേ? എന്നതുപോലെ നാമും എന്തിനു വേണ്ടി? നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദീർഘക്ഷമയോടെ ഇരിക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ദീർഘക്ഷമയോടെ ഇരുന്നാൽ ഇന്നല്ല നാളെ മഴ പെയ്യത്തില്ലേ? മഴ പെയ്യുമല്ലോ, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? എന്നതുപോലെയുള്ള ഒരു വാഞ്ച, ദീർഘക്ഷമ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കുറച്ചുകൂടെ സഹിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സഹിക്കണം, കുറച്ചുകൂടെ ക്ഷമിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങണമെങ്കിൽ നീങ്ങണം, കുറച്ചുകൂടെ ഇനി സംഭവിക്കുക തന്നെ ഈ തലമുറയിൽ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടുകൂടെ തന്നെ, ആരെല്ലാം അതിന് തുരങ്കം വെച്ചാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നാലും, അങ്ങോട്ടേക്ക് നമ്മുടെ ചിന്ത പോകാതെ ദീർഘക്ഷമയോടെ ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാലമാണ് ഇതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ,
തീമോഥെയോസിന്റെ ലേഖനത്തെ നമ്മൾ വായിക്കുമ്പോൾ 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടാകും. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത താമസം വിന നടക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് അവിടെ അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരികയാണ്. ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുർഘടമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്, അല്ലേ? അതിന് സംശയമുണ്ടോ? വളരെ ദുർഘടമേറിയ ഒരു കാലഘട്ടത്തിൽ കൂടെ നാം കടന്നു പോകുക. അന്ന് മനുഷ്യരൊക്കെ എന്തായിത്തീരും? മനുഷ്യരെല്ലാം സ്വസ്നേഹികളായിത്തീരും, അവർ ദ്രവ്യാഗ്രഹികളായിത്തീരും, വൻപ് പറയുന്നവരായിത്തീരും, അഹങ്കാരികളും, അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, വാത്സല്യമില്ലാത്തവരും, ഈവൻ ഇങ്ങനെ തുടങ്ങി അനേകമായ കാര്യങ്ങളിലേക്കും മനുഷ്യൻ തരം താണുകൊണ്ടിരിക്കും, മൂല്യമില്ലാതായി തീർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ അതേ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് ഭക്തിയുടെ വേഷം കെട്ടി ഭക്തിയുടെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ഇന്നായിരിക്കുന്നത്. ഇതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതാണ് ശരിക്കും ദുർഘട സമയം എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ കർത്താവ് വരും. അതിനുവേണ്ടി നമുക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാൻ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി